السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ബഹുമാന്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, ഷറഫുൽ അനാം പാർട്ട് 16. من مثل أحمد في الكونين نحواه بدر جميع الورى في حسنه تاه. من مثل أحمد, ആരാണ് അഹമ്മദിനെ പോലെയുള്ളവർ? ആരുണ്ട്? ഫിൽ കൗനൈനി, ദുനിയാവിലും ആഖിറത്തിലും ഇരു ലോകത്തും അഹമ്മദ് നബിയെ പോലെ ആരുണ്ട്? നഹ്വാഹു നുഹിബ്ബുഹു, ആരുണ്ട് ചോദിച്ചാൽ ആരുമില്ല. ഇസ്തിഫാമ് നഫീന്റെ മാനാക്കുള്ള ഇസ്തിഫാമിന്റെ ഇസ്മ. നഹ്വാഹു നുഹിബ്ബുഹു എന്നർത്ഥം. ആ അഹമ്മദ് എന്നവരെ നാം ഇഷ്ടപ്പെടുന്നു. ബദറുൻ, ഈ റസൂലുള്ള ബദറാണ്, 14-ാം രാവാണ്. ജമീഉൽ വറ, മുഴുവൻ പടപ്പുകളും, ഫീ ഹുസ്നിഹി താഹു, അവരുടെ ബുദ്ധികൾ പോയിട്ടുണ്ട് ഈ പ്രവാചകരുടെ ഭംഗിയിൽ. ആ ഭംഗി കണ്ട് മനുഷ്യന്മാരുടെ ബുദ്ധിയൊക്കെ പോയിട്ടുണ്ട്, അവർ പരിഭ്രമിച്ചിട്ടുണ്ട്, അവർക്കത് വർണ്ണിക്കാനോ മറ്റോ കഴിഞ്ഞിട്ടില്ല. മൻ മിസ്ലുഹു, അവരെ പോലെ ആരുണ്ട്? വ ഇലാഹുൽ അർശി, അർശിന്റെ ഇലാഹ് അല്ലാഹു, ശറഫഹു, ആ പ്രവാചകരെ ശ്രേഷ്ഠമാക്കി, ബിൽ ഖൽഖി വൽ ഖുലുഖി, സൃഷ്ടിപ്പ് കൊണ്ടും സ്വഭാവങ്ങളെ കൊണ്ടും അവരെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹ അഅതാഹു, നിശ്ചയം അല്ലാഹു തആല അഅതാഹു, ആ പ്രവാചകർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൻഅമ അലൈഹി ബി ജമീഇൻ നിഅമി ളാഹിറത്തി വൽ ബാത്തിനത്തി, എല്ലാതും കൊടുത്തിരിക്കുന്നു. ബാത്തിനത്തും ലാഹിറത്തുമായ മുഴുവൻ അനുഗ്രഹങ്ങളെ കൊണ്ടും അല്ലാഹു അവരുടെ മേൽ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. വശംസു തഖ്ജലു മിൻ അൻവാരി തൽഅതിഹി, സൂര്യൻ, തഖ്ജലു, ജീമിന് ഫതഹാണ്, പക്ഷെ മൗലിദിന്റെ ഏടുകളിൽ ലമ്മാണ് കാണുന്നത്, അത് തിരുത്തണം. സൂര്യൻ, തഖ്ജലു ബി ഫതഹിൽ ജീമി ഐ തസ്തഹി, സൂര്യൻ ലജ്ജിക്കുന്നു, മിൻ അൻവാരി തൽഅതിഹി, അവിടത്തെ മുഖത്തിന്റെ പ്രകാശങ്ങളാൽ സൂര്യൻ പോലും നാണിക്കുന്നു. ഹാറത്ത് ഉഖൂലുൽ വറ, മനുഷ്യരുടെ ബുദ്ധികൾ പരിഭ്രമിച്ചിരിക്കുന്നു. ഫീ വസ്ഫി മഅനാഹു, ആ റസൂലുള്ളാഹിന്റെ ഹഖീഖത്തിനെ പറയുന്നതിൽ, അവിടുത്തെ ഹഖീഖത്തിന്റെ വിശേഷണം പറയുന്നതിൽ മനുഷ്യരുടെ ബുദ്ധി പരിഭ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനൊന്നും സാധിച്ചിട്ടില്ല. അപ്പൊ സൂര്യൻ പോലും റസൂലുള്ളാഹിന്റെ ഭംഗി കണ്ട് നാണിച്ചിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. തബാറകല്ലാഹു മാ അഹ്ലാ ശമാഇലഹു, അല്ലാഹു തആല പരിശുദ്ധനാണ്. മാ, എന്തൊന്നാകുന്നു, അഹ്ല, ഇത്ര ഭംഗിയുള്ളതാക്കിയത്, ശമാഇലഹു, അവിടുത്തെ സ്വഭാവങ്ങളെ. ഹാദൽ ജമാല, അവിടുന്ന് സകലമാന ഭംഗികളെയും ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട്. ഫമാ അബ്ഹ മുഹയ്യാഹു, എന്തൊന്നാകുന്നു അവിടുത്തെ മുഖത്തെ ഇത്ര ഭംഗിയാക്കിയിട്ടുള്ളത്. മുഹയ്യാഹു എന്ന് പറയുന്നതിനർത്ഥം വജ്ഹ് എന്നാണ്. വജ്ഹിനിക്ക് മുഹയ്യ എന്ന് പേര് കൊടുത്തത് ലി മുബാദറത്തിഹി ബി തഹിയ്യത്തി ഇൻദ റുഅ്യത്തിഹി, ആ മുഖം കാണുമ്പോഴാണ് തഹിയ്യത്ത് കൊണ്ട് ഉളരുക, ആ നിലക്ക്.
യാ ഉർബ വാദിൻ നഖാ യാ അഹ്ല കാളിമത്തി, നഖാ താഴ്വരയിലെ അറബികളെ, യാ അഹ്ല കാളിമത്തിൻ, കാളിമത്തെന്ന പ്രദേശത്തുള്ള ആളുകളെ, ഫീ ഹയ്യിക്കും, നിങ്ങളുടെ കബീലയിലാണല്ലോ ഖമറുൻ, ചന്ദ്രൻ ഉദിച്ചിട്ടുള്ളത്, നിങ്ങളെ കബീലയിലാണല്ലോ ചന്ദ്രനുള്ളത്. ഫിൽ ഖൽബി മഅ്വാഹു, ജനങ്ങളുടെ ഹൃദയത്തിലാണ് മഅ്വാഹു, അവർക്കുള്ള സ്ഥാനം. ഹാദാ മലീഹുൻ വ കുല്ലുന്നാസി തഅശഖുഹു, ഈ പ്രവാചകർ സുമുഖനാണ്, സുന്ദരനാണ്. വ കുല്ലുന്നാസി, മുഴുവൻ ജനങ്ങളും തഅശഖുഹു, അവിടത്തെ ഇഷ്ടപ്പെടുന്നു. വസായിറുൽ ഖൽഖി, എല്ലാ പടപ്പുകളും, ഫി ഔസാഫിഹി, അവിടത്തെ വിശേഷണങ്ങളിൽ, താഹു, അവരുടെ ബുദ്ധികൾ പോയിട്ടുണ്ട്, അവർ പരിഭ്രമിച്ചിട്ടുണ്ട്, അവർക്ക് അത് വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവരമ്പരന്നിരിക്കുന്നു പരാജയപ്പെട്ടിട്ട്. സല്ലാ അലൈഹി ഇലാഹുൽ അർശി മാ തലഅത് ശംസുൻ, അർശിന്റെ ഇലാഹ് അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെ, ഗുണം ചെയ്യട്ടെ. മാ തലഅത്ത് ശംസുൻ, സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം. വമാ ഹസ്ഹസൽ ഹാദി, ഹസ്ഹസൽ ഹാദി, തെളിക്കുന്നവൻ, ചലിപ്പിക്കുന്ന, തെളിച്ചു കൊണ്ടുപോകുന്ന കാലത്തൊക്കെയും, മത്തായാഹു, അവന്റെ വാഹനങ്ങളെ. ഖാലത്ത് ഹലീമത്തു, ഹലീമ ബിവി പറയുന്നു, ഫമാ സാല ഇൻദി, അങ്ങനെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അടുത്ത് ആയി, ഹത്താ യസ്സറല്ലാഹു അലയ്യൽ ഖൈറാത്തി, എന്റെ മേൽ അല്ലാഹു തആല എല്ലാ ഖൈറുകളെയും എളുപ്പമാക്കി തരുന്നതുവരെ, വൽ ബറകാത്തി വസ്സആദാത്തി, ബർക്കത്തുകളെയും സഅദാത്തുകളെയും വിജയങ്ങളെയും, എല്ലാ ഗുണങ്ങളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു എനിക്ക് എളുപ്പമാക്കി തന്നു. ബി ബറക്കത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട്. സുമ്മ ഇന്നഹു, പിന്നെ ഇന്നഹു ഖറജ യൗമൻ, നിശ്ചയം ആ പ്രവാചകൻ ഒരു ദിവസം പുറപ്പെട്ടു വീട്ടിൽ നിന്ന്, മഅ വംറത, വംറത്തിനോടുകൂടെ. വംറത്ത് എന്ന എന്റെ മകനുണ്ട്, മുലകുടി ബന്ധത്തിലൂടെ റസൂലുള്ളാഹിന്റെ സഹോദരനാണ്. യർഅയാനി, അവർ രണ്ടുപേരും മേക്കുന്നവരായിട്ട്, വനമൻ, ആടുകളെ, ലന, ഞങ്ങൾക്കുള്ള, ഹൗല ബുയൂത്തിന, ഞങ്ങളുടെ വീടുകളുടെ ചുറ്റുഭാഗത്തു തന്നെയാണ് ആടിനെ മേക്കുന്നത്. ഇപ്പൊ ബൈനമാ അന കദാലിക്ക, അങ്ങനെ ഞാൻ അപ്രകാരമായിരിക്കെ, ഇദാ ബിബിനി വംറത്ത, പെട്ടെന്ന് നോക്കുമ്പോ ഞാൻ എന്റെ മകൻ വമ്രത്തിന്റെ അരികിലാണ്. ഈ അഴുതു, അവൻ ഓടി വരുന്നു, ബേജാറായി, വിഷമിച്ച്. വഖദ് അലാഹു, എത്രത്തിൽ അവനക്ക് മേലെയായിട്ടുണ്ട്, സഫ്രത്തുൻ, മുഖത്ത് മഞ്ഞ, അത് മുഖക്കാകെ മഞ്ഞളിച്ച് ബേജാറായി ഓടി വരികയാണ്. വഹുവ യുനാദി, അവൻ വിളിച്ചു പറയുന്നുണ്ട്, യാ ഉമ്മാ, ഏ ഉമ്മാ, ഇൽഹഖി അഖി മുഹമ്മദൻ, നിങ്ങൾ എന്റെ സഹോദരൻ മുഹമ്മദിനോട് ചേരണം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ അടുത്തേക്കൊന്ന് വരണം. ഫമാ അവുന്നിക്ക്, നിങ്ങളെ ഞാൻ വിചാരിക്കുന്നില്ല, തജ്ദീനഹു ഇല്ല മഖ്തൂലൻ, ആ മുഹമ്മദിനെ നിങ്ങൾ എത്തിക്കുകയില്ല കൊല്ലപ്പെട്ടിട്ടല്ലാതെ, അങ്ങനല്ലാതെ ഞാൻ വിചാരിക്കണില്ല. മുഹമ്മദിനെ വധിക്കപ്പെട്ടതായിട്ടാണ് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുക എന്ന വിചാരമാണ് എന്റെ അടുത്തുള്ളത്. അഅദഹുല്ലാഹു മിൻ ദാലിക, മുഹമ്മദിനെ അള്ളാഹു അതിൽ നിന്ന് കാക്കട്ടെ. ഖാലത്ത് ഹലീമത്തു, ഹലീമ പറയാണ്, ഫഅസ്റഅനാ ഇലൈഹി, അങ്ങനെ ഞങ്ങൾ ഉളരി മുഹമ്മദിനെ കൊള്ളാൻ. ഫഇദാ ഹുവ ശാഖിസുൻ ബിബസരിഹി ഇലസ്സമായി, നോക്കുമ്പോ മുഹമ്മദ്
ആകാശത്തിലേക്ക് തന്റെ കണ്ണുകൊണ്ട് നോക്കുകയാണ്. തന്റെ കണ്ണുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കുന്നു. ഇരസ്വമായി ആകാശത്തിലേക്ക്. ഫലമ്മാറ ആനി, അങ്ങനെ എന്നെ കണ്ടപ്പോ, മുഹമ്മദ് കണ്ടപ്പോ, തബസ്സമ, മുഹമ്മദ് പുഞ്ചിരിച്ചു, വാഹിക്കൻ, ചിരിക്കുന്നവരായിട്ട് എന്ന് പറഞ്ഞാൽ പുഞ്ചിരി ചിരിയിലേക്ക് വഴിമാറി എന്നർത്ഥത്തിൽ. ഫളമംതുഹു സദ്രി, അങ്ങനെ മുഹമ്മദിനെ ഞാൻ എന്റെ നെഞ്ചിലേക്ക് കൂട്ടി എന്ന് പറഞ്ഞാൽ മാറോട് അണച്ചു പിടിച്ചു. ഖബ്ബൽതു, അങ്ങനെ ഞാൻ ചുംബിച്ചു, ബൈന ഐനൈഹി, ആ മുഹമ്മദിന്റെ രണ്ടു കണ്ണുകൾക്കിടയിൽ. ഫഖുൽതു ലഹു, ഞാൻ അങ്ങനെ ചോദിച്ചു, ഹബീബി, എന്റെ പ്രിയ മകനെ, പൊന്നുമോനെ, ഫദത്ക നഫ്സി, എന്റെ നഫ്സ് നിനക്ക് ദണ്ഡമാണ്. മല്ലദി അസാബക്കായ ബുനയ, എന്റെ പൊന്നുമോനെ, നിനക്ക് എന്താണ് എത്തിയത്? അപ്പൊ എന്തു ത്യാഗത്തിനും എന്ത് പ്രയാസങ്ങൾക്കും നിന്റെ വിഷയത്തിൽ ഞാൻ തയ്യാറാണ് എന്നാണ് ആ ഫദത്ക നഫ്സി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഖാല ലഹ, അപ്പോ ആ കുട്ടി ഹലിമ ബീവിയോട് പറഞ്ഞു, ജാഅനി, എന്നിലേക്ക് വന്നു, സലാസത്തു നഫരിൻ, 3 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം എന്നിലേക്ക് വന്നു. അഖ്ബറഹ, അങ്ങനെ ഹലിമ ബീവിയോട് ആ കുട്ടി വിവരം പറഞ്ഞു. അന്നഹും ശക്കു, അവര് കീറി സദറഹു, കുട്ടിയുടെ നെഞ്ചിനെ. വഖറജു ഖൽബഹു, അവര് ഹൃദയത്തെ പുറത്തേക്കെടുത്തു. വഗസലൂഹു, അതിനവര് കഴുകി. വറദ്ദൂഹു ഇലാ മക്കാനിഹി, അതിനെ പഴയ സ്ഥലത്തേക്ക് തന്നെ മടക്കി. വൽതഅമ സദറുഹു, അങ്ങനെ ആ കുട്ടിയുടെ നെഞ്ച് പഴയതുപോലെ കൂടുകയും ചെയ്തു. ബിഖുദ്റത്തില്ലാഹി തആല, അള്ളാന്റെ ഖുദ്റത്ത് കൊണ്ട്. മിൻ ഗൈരി അലമിൻ, യാതൊരു വേദനയും കൂടാതെ. ആ 3 ആളുകൾ എന്ന് പറയുന്നത് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. മുകളിലെ ബൈത്തിൽ ഹാദാ മലീഹുൻ വ കുല്ലുന്നാസി തഅശഖുഹു എന്നുള്ളിടത്ത് മൗലൂദിന്റെ ഏടുകളിലുള്ളത് തഅശഖുഹു എന്ന് ഷീനിന് വമ്മു കൊണ്ടാണ്. അത് ഷീനിന് ഫത്തഹ് കൊണ്ടാക്കണം. അശിക യഅശഖു എന്ന് ഷീനിന് ഫത്തഹ് കൊണ്ടാണ്. യാ മൗലിദൻ ഖദ് ഹവാ ഇസ്സൻ വ ഇഖ്ബാല ബിവസ്ഫിഹി യബ്ലുഗുൽ മുസ്താഖു ആമാല. യാ മൗലിദൻ, മൗലിദിന് മൗലൂദ് എന്ന അർത്ഥമാണ്. പ്രസവിക്കപ്പെട്ട കുട്ടി എന്നാണ് മൗലൂദിന്റെ അർത്ഥം, കുട്ടി എന്ന്. ഇവിടെ നബിയെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യാ മൗലിദൻ, യാ പ്രവാചകരെ. എങ്ങനെയുള്ള പ്രവാചകരാണ്? ഖദ്ഹവ, നിശ്ചയം അവർ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഇസ്സൻ, ഇസ്സിനെ, അഭിമാനത്തെ, അതല്ലെങ്കിൽ ശക്തിയെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വൈഖ്ബാലൻ, സ്വീകാര്യതയെയും. ബിവസ്ഫിഹി യബ്ലുഗുൽ മുസ്താഖു ആമാല, അവരെ അതിര് കവിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ആ വിശേഷണം പറയൽ കൊണ്ട് എത്തിക്കും. ആമാലൻ, അവരുടെ ആഗ്രഹങ്ങളെ അവരെത്തിക്കും. ബിവസ്ലിഹി എന്നാണ് മൗലിദിന്റെ നുസ്ഖകളിൽ കാണുന്നത്. ബുലൂഗുൽ മറാമിന്റെയും ഫത്ഹുസ് സമദിന്റെയും ഒക്കെ നുസ്ഖയിലുള്ളത് ബിവസ്ഫിഹി എന്നാണ്. അതായിരിക്കും ശരി. ബിവസ്ഫിഹി, വിശേഷണം പറയൽ കൊണ്ട്. യാ മുദ്ദഇൽ ഹുബ്ബി ഫീഹി, ഈ മൗലൂദിന്റെ, ഈ പ്രവാചകരിൽ ഇഷ്ടത്തെ, പ്രേമത്തെ വാദിക്കുന്നവനെ. മുദ്ദഇൽ ഹുബ്ബി എന്ന് അവിടെ ഉള്ളത് അങ്ങനെയാണ്, യാക്ക് ഫത്തഹ് കൊണ്ടാണ്. പക്ഷെ ബൈത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ ഫത്തഹ് കൊടുക്കൂല. വഹ്വ എന്നുള്ള ഹാഇന് സുക്കൂന് കൊണ്ടാണ്
അവിടെ വഹുവ എന്ന ഇക്കാരം മൗലൂദിന്റെ ഏടുകളിൽ കാണുക. അത് സുക്കൂന് ചെയ്തിട്ടാണ് അവിടെ വായിക്കേണ്ടത്. ബിസുക്കൂനിൽ ഹായി എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. വഹുവ എത്ര അവനാവുന്ന സൂ വലഹിൻ, സങ്കടമുള്ളവനാണ്, വിഷമമുള്ളവനാണ് എന്നാണ് അവന്റെ നിലയുള്ളത് റസൂലുള്ളാഹിനുള്ള പ്രേമത്താൽ. വഫീ ഹവാഹു, ആ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബിൽ ജഫ, അവൻ ഒഴിവാക്കിയിരിക്കുന്നു അഹ്ലൻ, അവന്റെ കുടുംബങ്ങളെ, അത്ലാല, അവന്റെ വീടുകളെയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ നിലക്ക് റസൂലുള്ളാഹിനോടുള്ള മഹബത്തിനെ ബാധിക്കുന്നവനെ. ഇൻ കുന്ത തഅശഖുഹു മുത്ഫി മഹബത്തി, ആ പ്രവാചകരെ നീ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അവരോടുള്ള മഹബത്തിലായിട്ട് നീ മരിച്ചോ. തഅശഖുഹു ശീനിൽ ഫതഹി തായി വസുക്കൂനിൽ ഐനി വഫതഹി ശീനി, ശീനിന് ഫതഹ് കൊണ്ടാണ്. മുവല്ലഹൽ ഖൽബി, നീ തന്നെ ഹൃദയം വിഷമമുള്ളവരായ നിലക്ക്, മുസ്താഖൻ, ആ അങ്ങേ അറ്റത്തെ മഹബത്ത് കൊണ്ട് ഖൽബ് പടപടക്കുന്നവനായിട്ടും. വ ഇല്ല ല, അങ്ങനെ നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ നിലക്കുള്ള ഈ ഒരു വിശേഷണത്തിന്റെ മേലായിട്ട് നീ മരിക്കേണ്ടതില്ല, നീ അങ്ങനെ മരിക്കാൻ കഴിയില്ല നിനക്ക് എന്നർത്ഥം. വേറെ ചില നുസ്ഖയിൽ വ ഇജ്മാല, മുസ്താഖം വ ഇജ്മാല എന്നുണ്ട്. അപ്പോ തഈസൻ എന്നർത്ഥാണ് വരിക. നീ അങ്ങേയറ്റത്തെ മുസ്താഖായിട്ടും നേരം പോക്കുള്ളവനായിട്ടുമൊക്കെ എന്നർത്ഥമുണ്ട്. വഇല്ലം തകുൻ തഅശഖുഹു ഫലാ തമുതു അലാ തിൽക സിഫത്തി, നീ ആ പ്രവാചകരെ നല്ലോണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ വിശേഷണത്തിന്റെ മേൽ നീ മരിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഒരു നുസ്ഖയിൽ ഇജ്മാല എന്നുണ്ട് എന്ന് പറഞ്ഞത് പെശകാണ്. അതവിടെയല്ല, അടുത്ത വരിയിലെ ഇജ്ലാലൻ എന്ന ആ കലിമത്തിന്റെ സ്ഥാനത്ത് ചില നുസ്ഖയിൽ ഇജ്മാല എന്നുണ്ട് എന്നാണ്. അന്നൂഖു, ഒട്ടകങ്ങൾ, നാഖത്തിന്റെ ജംആണ്. തഅശഖുഹു, അവ റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കുന്നു, പ്രേമിക്കുന്നു. വജ്ദൻ ഐ ഹുബ്ബൻ ശദീദ എന്നർത്ഥം, നല്ലോണം, അങ്ങേ അറ്റത്തെ ശക്തമായ സ്നേഹിക്കുന്നു. വതഖ്സിദുഹു, അവ റസൂലുള്ളാഹിനെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. ഷൗഖൻ, അവിടത്തോടുള്ള ഇഷ്ടം കാരണം, പ്രേമം കാരണം. വതത്ലുബു മിൻ റുയാഹു ഇജ്ലാല, അവ റസൂലുള്ളാഹിനെ കാണുന്നതിനാൽ തേടുകയും ചെയ്യുന്നു ഇജ്ലാലം, ബഹുമാനത്തെ. അവിടെ ഇജ്ലാലൻ എന്നുള്ളതിന്റെ സ്ഥാനത്ത് ഇജ്മാല എന്നുണ്ട്. അപ്പോ തഅനീസൻ എന്നർത്ഥം. നേരം പോക്കാക്കലിനെ അവ തേടുന്നു. റസൂലുള്ളാഹിനോട് സഹവസിക്കൽ അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് അവക്ക് എന്നർത്ഥത്തിൽ. വതഖ്സിദുഹു എന്നുള്ളിടത്ത് സ്വാദിന് കസ്റ് കൊണ്ടാണ് എന്ന് ഫത്ഹു സമദിൽ കൊടുത്തിട്ടുണ്ട്. മൗലൂദിന്റെ നുസ്ഖകളിൽ, പേജുകളിൽ സ്വാദിന് ലമ്മു കൊണ്ടാണ്. അപ്പൊ അത് സ്വാദിന് കസറാക്കിയിട്ടാണ് അവിടെ വായിക്കേണ്ടത്, തിരുത്തേണ്ടത്. അമാ തറാഹ ഇദാ ലാഹത് ഖിബാബു ഖുബ തഹത്തു അൻഹ ഹുദാത്തുൽ ഈസി അസ്ഖാല. അമാ തറാഹ, ആ ഒട്ടകങ്ങളെ നീ കാണുന്നില്ലേ? ഇദാ ലാഹത്ത് ഖിബാബു ഖുബ, ഖുബ പ്രദേശത്തെ കെട്ടിടങ്ങൾ വെളിവായാൽ. തഹത്തു അൻഹ,
ആ ഒട്ടകങ്ങളെ തൊട്ട് ഇറങ്ങും. ഹുദാത്തുൽ ഈസി, ആ ഒട്ടകങ്ങളെ തെളിക്കുന്ന ആളുകൾ. അസ്കാല, അവയുടെ ഭാരമുള്ള വസ്തുക്കളെ അവയെ തൊട്ട് ഇറക്കി വെക്കും. അപ്പോ ആ റസൂലുള്ളാഹിനെ ഈ ഖുബാ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾ വെളിവായി കഴിഞ്ഞാൽ ഈ ഒട്ടകങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ അവയുടെ മുകളിൽ ചുമത്തിയിട്ടുള്ള ആ ഭാരമുള്ള ചരക്കുകളെ താഴെ ഇറക്കി വെക്കും. ആ ഒട്ടകങ്ങളെ നീ കണ്ടിട്ടില്ലേ? മുസ്താഖത്തൻ, അവ തന്നെ റസൂലുള്ളാഹിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരായിട്ട്. അശിഖത്ത് ആ ഒട്ടകങ്ങൾ ഇഷ്ടം വെച്ചിരിക്കുന്നു. മൻ ലാ ശബീഹ ലഹു, മൻ ഒരുത്തരെ. അൻ എന്നാണ് നമ്മുടെ മൗലിദിന്റെ നുസ്ഖകളിലുള്ളത്. അവിടെ മൻ എന്നാണ് ഉള്ളത്. മൻ ഒരുത്തരെ, ലാ ശബീഹ ലഹു, അവർക്ക് തുല്യമായിട്ട് ഒരാളുമില്ല. ഫിദ്ദുനിയ വലാ ഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. യുഖത്തിഉ ശൗഖു മിൻഹാ ഫീഹി ഔസാല, ആ പ്രേമം മുറിക്കും. ഫീഹി, ആ ഒരുത്തനിലുള്ള പ്രേമം ആ ഒട്ടകങ്ങളിൽ നിന്ന് അവയുടെ കെണുപ്പുകളെ മുറിക്കും. അപ്പോ ഒട്ടകങ്ങളുടെ അവയവങ്ങളെ തുണ്ടം തുണ്ടമായിട്ട് മുറിക്കുന്നത് അതും നിനക്ക് കാണാലോ. അതൊന്നും അവർക്കൊരു പ്രശ്നമില്ല റസൂലുള്ളാഹിന്റെ ഇഷ്ടത്തിന്റെ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ. അതായത് അന്നന്നൂഖല്ലത്തി തസീറു ലിസിയാറത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾ. ഹിയ മുഷ്താഖത്തുൻ ലിൽ വസൂലി ഇലൈഹ, അവ റസൂലുള്ളാഹിലേക്ക് ചേരാൻ വല്ലാതെ കണ്ട് ഇഷ്ടം വെക്കുന്നവരാണ്. ലിഹുബ്ബിഹാ മൻ ലാ ശബീഹ ലഹു ഫിൽ മഖ്ലൂഖീന, പടപ്പുകളിൽ തുല്യതയില്ലാത്ത ആ പ്രവാചകരോടുള്ള അവയുടെ അതിയായ പ്രേമം കാരണം. വമിൻ ശിദ്ദത്തി ഹുബ്ബിഹാ, അവക്കുള്ള ആ ശക്തമായ പ്രേമം കാരണം. തഹ്ലിക്കു നഫ്സുഹാ ഫിസ്സൈരി, ആ നടത്തത്തിൽ അവയുടെ ശരീരങ്ങളൊക്കെ നശിക്കും. പക്ഷേ വലാ തുബാലി, അവ ഗൗനിക്കാറില്ല. ബി തഅബിൻ വ മശഖത്തിൻ, അവരുടെ പ്രയാസങ്ങളോ വിഷമങ്ങളോ കൊണ്ട്. ലിസ്തിഗാലി ഖൽബിഹാ ബി ഫറഹിഹാ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവയുടെ ഹൃദയം റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കുകയാണ്. ആ നിലക്ക് അവരുടെ ഹൃദയം ജോലിയായതുകൊണ്ട് ആ ശരീരം നശിക്കുന്നതോ പ്രയാസപ്പെടുന്നതോ ആ ഒട്ടകങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. ഇതാണ് യുഖത്തിഉ ശൗഖു മിൻഹാ ഫീഹി ഔസാല, അവയവങ്ങളെ തുണ്ടം തുണ്ടമായി ആ പ്രേമം അവയിൽ നിന്ന് മുറിക്കുമെങ്കിൽ പോലും അവർക്കൊരു പ്രശ്നമല്ല. അങ്ങനത്തെ ഒട്ടകങ്ങളെ നീ കണ്ടിട്ടില്ലേ? ഇയ്യാക വൽ അദ്ല മൻ ഫിൽ കൗനി യുസ്ബിഹുഹു ഖദ് ഫാക ഹുസ്നൻ വ അഷ്കാലൻ വ അംസാല. ഇയ്യാക, നീ നിന്നെ സൂക്ഷിച്ചോ. വൽ അദ്ല, വൽ അദ്ല എന്ന് പറഞ്ഞാൽ മുസ്തഖീമായ മാർഗത്തിനെ തൊട്ട് ചായലിനെയും നീ സൂക്ഷിച്ചോ, തെറ്റലിനെയും. ദാലിന് പുള്ളില്ലാതെ അദ്ല, അവിടെ ദാലിന് പുള്ളി കൊടുത്ത് അസില് എന്നുണ്ട്. അപ്പോ ആക്ഷേപത്തെ, അതായത് റസൂലുള്ളാഹിനോട് ഉള്ള ആ മഹബത്തിനെ ആക്ഷേപിക്കുന്നതിനെയും നീ സൂക്ഷിച്ചോ എന്നർത്ഥം. മൻ, ആരാണ് ഫിൽ കൗനി യുസ്ബിഹുഹു, ഈ ലോകത്ത് ആ റസൂലുള്ളാഹിനോട് സാദൃശ്യമാവുക, തുല്യമാവുക.
ഖദ് ഫാഖ നിശ്ചയം ആ റസൂലുള്ള മേലെയായിട്ടുണ്ട് ഹുസ്നൻ സൗന്ദര്യത്തിൽ, വ അഷ്കാലൻ രൂപത്തിലും, വ അംസാല ആകൃതിയിലും. അതൊക്കെ ഒരേ അർത്ഥത്തിലാണ് അഷ്കാലും അംസാലൊക്കെ. ഇൻ ജിഅത ബാനൻ നഖാ ഔ ജിഅത മർബഅഹു فحط يا حادي الأضعان أجمالا إن جئت നീ വന്നാൽ ബാനൻ നഖ നഖ എന്ന ആ പ്രദേശത്തിലുള്ള ആ നല്ല വാസനയുള്ള മരത്തിന്റെ അരികിലേക്ക് നീ വന്നാൽ. നഖ എന്ന് പറയുന്നത് മുഅല്ലാത്തിന്റെയും ഖറാറത്തിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലം. ബാന് എന്ന് പറഞ്ഞാൽ സജറും തയ്യിബു റീഹി എന്നാണ്, നല്ല വാസനയുള്ള ഒരു മരം. ആ മരത്തിന്റെ അടുത്തേക്ക് നീ വന്നാൽ, ഔജിത അതല്ലെങ്കിൽ നീ വന്നാൽ മർബഅഹു ആ ബാനിന്റെ ആ മരത്തിന്റെ അവിടെയുള്ള വീടുകളിലേക്ക് നീ വന്നാൽ. മർബഅത്തൻ എന്നുണ്ട് ചില നുസ്ഖയില്, മർബഅഹു എന്ന് വമീർ കൊണ്ടുണ്ട്. വമീർ കൊണ്ടാകുമ്പോൾ മർജിഉൻ ഇലൈഹി ബാനിലേക്കാണ്, ഐ മൻസിലഹു എന്നർത്ഥം. അവിടെയുള്ള വീടിലേക്ക് നീ വന്നാൽ. ഫഹുത്ത അപ്പൊ നീ ഇറക്കിക്കോ അഹ്മാല ആ ചരക്കുകളെ, യാ ഹാദിയൽ അദ്ആനി ഈ ഒട്ടകങ്ങളെ തെളിയിക്കുന്നവനെ നീ ഇറക്കിക്കോ. നീ ഇവിടേക്ക് വന്നാൽ ഒട്ടകപ്പുറത്തുനിന്ന് ചരക്കുകളെ ഇറക്കി വെച്ചോ. അദ്ആന് എന്ന് ത്വാഇന്റെ മേൽ പുള്ളിയിട്ട വാ, ഐന് പുള്ളില്ലാത്ത ഐന്. ചില നുസ്ഖയിൽ വാദ് ആണ് ഉള്ളത്, അദ്ആൻ അദ്ആൻ, അപ്പോഴും ഐന് തന്നെ അദ്ആൻ. അദ്ആന് എന്നാകുമ്പോ കുതിര എന്നർത്ഥം വരും. അദ്ആൻ ആകുമ്പോ ഒട്ടകം എന്നും അർത്ഥാവും. ഇഞ്ചിത്ത ബാന എന്നുള്ളിടത്ത് മൗലിദിന്റെ നുസ്ഖകളിൽ കാണുന്നത് ബാബ എന്നാണ്. അവിടെ ഫത്ഹു സമദിന്റെയും ബുലൂഗുൽ മറാമിന്റെയും ഒക്കെ നുസ്ഖയിലുള്ളത് ബാന എന്നാണ്. അതിന്റെ അർത്ഥാണ് ഷജറുൻ തയ്യിബുർ റീഹി വഹുവ മൗജൂദുൻ ഫി സമാനിൽ അവ്വലി ഫഅമ്മൽ ആന ഫമഅദൂമുൻ ഹുനാക. ആദ്യകാലത്തൊക്കെ ആ മരം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ മരം അവിടെ ഇല്ല എന്നാണ്. വാഅസ്സമാനു കാലം നശിച്ചു, സമയം കഴിഞ്ഞു. പക്ഷേ വലം അൻദുർ ഞാൻ നോക്കുന്നില്ല, ഞാൻ കാണുന്നില്ല. മനാസിലഹു ആ റസൂലുള്ളാഹിന്റെ വീടുകളെയൊന്നും. മനാസിലഹു നനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ. ഇനി നഖ എന്ന അങ്ങോട്ടും മടക്ക, നഖാ സ്ഥലത്തുള്ള വീടുകളൊന്നും ഞാൻ കാണുന്നില്ല. വമാറായിതു ബിദാക ശിഅബി ആ മദീനയിലേക്കുള്ള വഴികളിലൊന്നും ഞാൻ കാണുന്നില്ല. അത്ലാല ഉയർന്നു നിൽക്കുന്ന ഒന്നിനെയും, ഒരു വീടിന്റെ അവശിഷ്ടങ്ങളോ തിണ്ണകളോ അങ്ങനെ യാതൊന്നും ഞാൻ കാണുന്നില്ല. അത്ലാല് എന്ന് പറഞ്ഞാല് ഉയർന്നു നിൽക്കുന്ന ഏതു വസ്തുക്കളും എന്നാണ്. ذنبي يقيدني والصد يقعدني وقد حملت من الأوزار أثقالا. ذنبي എന്റെ തെറ്റ് ദോഷങ്ങൾ, യുഖയ്യിദുനി അത് എന്നെ ചങ്ങലക്കിടുകയാണ്. അതായത് ആ സിയാറത്തിനെ തൊട്ട് എന്നെ തടയുന്നു. വസ്വദ്ദു ആ സിയാറത്തിനെ തൊട്ടുള്ള തിരിഞ്ഞു കളയൽ
യുക്കിഉദുനി, അത് എന്നെ ആ സിയാറത്തിനെ തൊട്ട് അശക്തമാക്കുന്നു. എത്രത്തിൽ വഖദ് ഹമൽതു, നിശ്ചയം ഞാൻ വഹിച്ചിട്ടുണ്ട്, മിനൽ ഔസാരി, തെറ്റുകളാൽ, ഔസ്കാല, ഒരു ഭാരങ്ങളെ, തെറ്റുകളാൽ ഒരുപാട് ഭാരങ്ങളെ ഞാൻ വഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലാകിന്നനി, പക്ഷേ ഞാൻ, ഫീ ഗദിൻ, നാളെ പരലോകത്ത് വെച്ച്, അർജൂഹു, ആ റസൂലുള്ളാഹിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. യശ്ഫഉലി, എനിക്ക് റസൂലുള്ള ശുപാർശ ചെയ്യും അള്ളാന്റെ അരികിൽ. ഭയാനകമായ സന്ദർഭങ്ങളൊക്കെ വരുമ്പോ, വഹുസ്നു ളന്നി ബിഖൈരിൽ ഖൽഖി, ഖൈറുൽ ഖൽഖായ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള എന്റെ നല്ല വിചാരം, അത് മാസാല, എന്റെ ആ വിചാരം അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ള എനിക്ക് ശഫാഅത്ത് ചെയ്യും എന്നുള്ള ആ നല്ല വിചാരം, അതാണ് എനിക്ക് പ്രതീക്ഷയായിട്ടുള്ളത്. അതാണ് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് എന്റെ വിശ്വാസം. അപ്പോ ഹുസ്നുൽ ളന്നി ബി ഖൈരിൽ ഖൽഖി, ഖൈറുൽ ഖൽഖായ നബി തങ്ങളെ കൊണ്ടുള്ള എന്റെ ആ നല്ല ഭാവന, മാസാല, അതായിരിക്കുന്നു, ബാക്കിയൻ, എന്നെന്നും അവശേഷിക്കുന്നതായിട്ടുണ്ട്. ആ നല്ല വിചാരം അവശേഷിക്കുന്നുണ്ട്. മാസാല എന്നുള്ളതിന്റെ ഖബർ ബാക്കിയൻ എന്ന് അവിടെ കളയപ്പെട്ടതാണ്, സങ്കല്പിച്ചു കൊടുക്കണം. وقد لجأنا إلى باب الكريم ومن يلجأ إليه يرى رحبا وإقبالا. وقد لجأنا, നിശ്ചയം നമ്മൾ അഭയം തേടിയിരിക്കുന്നു, ഇല ബാബിൽ കരീമി, ആ കരീമായ നബി തങ്ങളുടെ വാതിലുകളെ, വമൻ യൽജഅ, വല്ലവനും അഭയം തേടിയാൽ, ഇലൈഹി, ആ ബാബ് കൊള്ളെ, ആ വാതിൽ കൊള്ളെ വല്ലവനും അഭയം തേടിയാൽ, യറാ, അവൻ കാണും, റുഹ്ബൻ, റഹ്ബൻ എന്നും റുഹ്ബൻ എന്നും വായിക്കാം, വിശാലതയെ അവൻ കാണും, വഇഖ്ബാല, സ്വീകാര്യതയെയും അവൻ കാണും. ബിഹഖ്ഖിഹി, ആ റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട്, യാ ഇലാഹി, എന്റെ ഇലാഹെ, ജുദ് ലന, ഞങ്ങൾക്ക് നീ നൽകണമേ, കറമൻ ബിൽ അഫ്വി, വിട്ടുവീഴ്ച ചെയ്യൽ കൊണ്ട് ഔദാര്യത്തെ നൽകണമേ, വസ്റഫി, ഞങ്ങളെ ശിക്ഷിക്കലിനെ തൊട്ട് തിരിഞ്ഞു കളയൽ കൊണ്ടും, ഇക്റാമം വ ഇജ്ലാല, അതെല്ലാം നിന്റെ വക്കൽ നിന്നുള്ള ആദരവായിട്ട്, അതുപോലെ തന്നെ നിന്റെ വക്കൽ നിന്നുള്ള ഒരു ഇഹ്സാൻ, നന്മ ചെയ്യലുമായിട്ട്, ഇഫ്ലാലൻ, ഇഹ്സാനം മിൻക ഇലൈന, അല്ലാതെ നിന്റെ മേൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. ഇക്റാമം വ ഇജ്ലാല എന്നുണ്ട്, ഇക്റാമം വ ഇഫ്ലാല എന്ന ചില നുസ്ഖയിലുണ്ട്. ഇക്റാമം മിൻക വ ഇജ്ലാലൻ ലഹു, ഇക്റാമൻ ലി നബിയിക്ക, നിന്റെ പ്രവാചകനെ നീ ആദരിച്ചുകൊണ്ട്, അവിടുത്തെ നീ ബഹുമാനിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ അർത്ഥം വെക്കാം. ഹുവൻ നബിയുല്ലദീ ത്വബൽ വുജൂദു ബിഹി വഫീഹി ഖാലഫ്തു ലവ്വാമൻ വഉദ്ദാല, അവിടുന്ന് ഒരു പ്രവാചകരാണ്, ആ പ്രവാചകരെ കൊണ്ട് ലോകം തന്നെ നന്നായിട്ടുണ്ട്. ത്വാബ എന്നാണ് മൗലിദിന്റെ നുസ്ഖകളിലുള്ളത്. ചില നുസ്ഖകളിൽ ളാഅ എന്നുണ്ട്. ഫത്തുസമദിൽ അങ്ങനെ കാണാം. അപ്പൊ പ്രകാശിച്ചു, ആ പ്രവാചകരെ കൊണ്ട് ലോകം പ്രകാശിച്ചു. വഫീഹി ഖാലഫ്തു ലവ്വാമൻ വഉദ്ദാല, ആ നബിയെ ആക്ഷേപിക്കുന്നവരോടും വിമർശിക്കുന്നവരോടും റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ഞാൻ എതിരാണ്.
അവിടുത്തെ ആക്ഷേപിക്കുന്നവരാരുണ്ടോ, അതുപോലെ തന്നെ അവരെ നിന്ദ്യമാക്കുന്നവരാരുണ്ടോ അവരുടെ കാര്യത്തിലൊക്കെ ഞാൻ എതിരാണ്. صلى عليه إله العرش ثم على أهله وصحبه آبادا وآزالا. ആ റസൂലുള്ളാഹിന്റെ മേൽ അർശിന്റെ ഇലാഹ് ഗുണം ചെയ്യട്ടെ. സുമ്മ അലാ അഹ്ലിഹി, പിന്നെ റസൂലുള്ളാഹിന്റെ അഹ്ലുകാരുടെ മേലും വസ്സഹബി, റസൂലുള്ളാഹിന്റെ സ്വഹാബികളുടെ മേലും അള്ളാഹു ഗുണം ചെയ്യട്ടെ. ആബാദൻ, എന്നെന്നും, ഔ വ ആസാല, കഴിഞ്ഞുപോയ കാലത്തും വരാൻ പോകുന്ന കാലത്തുമൊക്കെ. അബദൻ എന്നുള്ളതിന്റെ ജംആണ് ആബാദ്, ഐ ഫി സമാനിൽ മുസ്തഖ്ബിലി എന്നാണ്. ആസാലൻ എന്നുള്ളത് അംസനെയും സായിനെയൊക്കെ നീട്ടിക്കൊണ്ട് ഐ ഫിൽ മാദി എന്നാണ് അർത്ഥം. വസമ്മാഹു റബ്ബുൽ ആലമീന മുഹമ്മദാ അലാ വസ്ഫിഹിൽ മഹ്മൂദി വഹുവ ബിഹി യദ്രി. ആ റസൂലുള്ളാഹിക്ക് റബ്ബുൽ ആലമീൻ മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടുണ്ട്. അലാ വസ്ഫിഹിൽ മഹ്മൂദി, ആ റസൂലുള്ളാഹിന്റെ സ്തുതിക്കപ്പെടുന്ന വിശേഷണത്തിന്റെ മേൽ ആണ്, അത് കാരണമായിട്ടാണ് റസൂലുള്ളാഹിക്ക് സ്തുതിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന മുഹമ്മദ് എന്ന പേര് റബ്ബുൽ ആലമീനായ അള്ളാഹു വെച്ചത്. വഹുവ, ആ അള്ളാഹു, ബിഹി, ആ റസൂലുള്ളാഹിനെ കൊണ്ട്, യദ്രി, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. വമാ ഗസലത്തിൽ അംലാകു മിൻ ബത്നിഹി അദാ. മലക്കുകൾ റസൂലുള്ളാഹിന്റെ വയറിൽ നിന്ന് കഴുകിക്കളഞ്ഞിട്ടില്ല അവൻ മ്ലേച്ഛമായ കാര്യങ്ങളെ, മാലിന്യത്തെ കഴുകിക്കളഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയല്ല വയറു കീറിയത്. വലാകിന്നഹും, എങ്കിലും ആ മലക്കുകൾ, സാദൂഹു, ആ റസൂലുള്ളാഹിക്ക് അധികമാക്കി, തുഹ്റൻ അലാ തുഹ്രി, പരിശുദ്ധിയുടെ മേൽ പരിശുദ്ധിയെ അധികമാക്കി വർദ്ധിപ്പിച്ചു. ഇതാണ് അവർ ചെയ്തത്.